ഹലോ, ഇന്ന് നമുക്കൊരു വാട്ടർ കളർ പെയിൻറ്റിങ് ചെയ്താലോ? വാട്ടർ കളർ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ സെക്കൻഡ് പെയിൻറ്റിംഗ് ആണിത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. എന്നാലും ഞാൻ എങ്ങനെയാണ് ഈ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ആക്കിയതെന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാം. മുത്തപ്പനെയാണ് ഇന്ന് നമ്മൾ വരയ്ക്കുന്നത്. ആദ്യം തലയിലെ കിരീടത്തിനാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് യെല്ലോ ആണ് കൊടുക്കുന്നത് കേട്ടോ. വാട്ടർ കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലൈറ്റ് ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് ഷെയ്ഡിലേക്കാണ് പെയിൻറ്റ് ചെയ്ത് വരേണ്ടത്. കിരീടത്തിൽ തെച്ചിപ്പൂവിൻ്റെ ഭാഗത്തും ഫസ്റ്റ് ഞാൻ യെല്ലോ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഓറഞ്ചും അത് കഴിഞ്ഞ് റെഡും ആണ്. ആ ഒരു ഓർഡറിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് വരുന്നത്. ആദ്യം നമ്മൾ പെയിൻറ്റ് ചെയ്തത് ഡ്രൈ ആയിട്ട് വേണം അടുത്തത് പെയിൻറ്റ് ചെയ്യാൻ കേട്ടോ. വാട്ടർ കളറിൽ അങ്ങനെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത്. പെട്ടെന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിനി ഫാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് പെയിൻറ്റ് ചെയ്ത ഓരോ ഭാഗവും നമ്മൾ ഡീറ്റെയിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ തെച്ചിപ്പൂവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓരോ ഇതളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഞാൻ ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടാണത് വരച്ചിട്ടുള്ളത് കേട്ടോ, പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിലെ ഓർണമെൻറ്റ്സ് സിൽവർ കളറാണ്. ഞാൻ വൈറ്റും യെല്ലോയും ആണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓർണമെൻറ്റ്സിൻ്റെയൊക്കെ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് കളർ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനത്തെ ബ്രഷൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കളർ പെന്നാണ് ആ ഡീറ്റെയിലിങ്ങിനൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തും ഡീറ്റെയിലിങ്ങിന് ഞാൻ പേനയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഫേസിലോട്ട് വരാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഫേസിൽ ഒരു യെല്ലോ ഷെയ്ഡാണ് ഫേസിൽ വരുന്നത്. താടിയും കണ്ണും ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗത്തൊക്കെ നമുക്ക് യെല്ലോ കൊടുക്കുന്നുണ്ട്. ആദ്യം ലൈറ്റായിട്ടൊരു യെല്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഓറഞ്ചും കൂടി യെല്ലോയിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മുഖത്ത് ചില ഭാഗങ്ങളിൽ ബ്രൗൺ കളർ വരുന്നുണ്ട്. കണ്ണിൻ്റെ ഒരു പോയിൻറ്റിൽ, അതായത് കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പേനയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഒരു കറുപ്പ് പേനയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പോയിൻറ്റഡ് ബ്രഷോ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കണ്ണിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ജെൽ പെന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റെഡും യെല്ലോയും പെയിൻറ്റും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫേസിൽ നമുക്ക് കാര്യമായിട്ട് കണ്ണിൻ്റെ ഭാഗം മാത്രമേ ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കാനുള്ളൂ. മൂക്കൊക്കെ നമുക്ക് ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. മാക്സിമം സ്ലോ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ക്വാളിറ്റിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് HD ആക്കിയിട്ട് ഒന്ന് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും വരച്ച് നോക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആവാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഞാനും വാട്ടർ കളർ രണ്ടാമത്തെ യൂസേജാണ്. ഫസ്റ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചൊന്ന് സക്സസ് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. ഓരോ പോർട്രേറ്റ് പെയിൻറ്റിങ്ങിൻ്റെയും ഒരു ജീവൻ എന്ന് പറയുന്നത് ആ ഒരു ചിത്രത്തിൻ്റെ കണ്ണിനായിരിക്കും. അപ്പോൾ നമ്മൾ എത്ര സമയം എടുത്താലും വേണ്ടില്ല, ആ കണ്ണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് സമയം എടുത്തിട്ട് തന്നെ അതിലെ ഓരോ ഡീറ്റെയിലിങ്ങും നമ്മൾ മിസ്സാക്കാതെ എല്ലാം ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ റെഡും യെല്ലോയും ആണ് ഉള്ളിൽ ഷെയ്ഡ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്.
ചുണ്ടിൻ്റെ ഭാഗത്ത് ഫസ്റ്റ് യെല്ലോ ആണ് ഞാൻ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു പെയിൻറ്റിങ്ങിൽ എല്ലാ ഭാഗത്തും ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഭാഗത്തെല്ലാം ഞാൻ ആദ്യം യെല്ലോ ആണ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഡാർക്ക് വരുന്ന ഭാഗത്ത് ബ്രൗൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് കഴുത്തിൽ ഒരുപാട് ഓർണമെൻറ്റ്സ് നമുക്ക് വരയ്ക്കാം, മാല. അതിന് ഞാൻ റെഡും യെല്ലോയും യൂസ് ചെയ്താണ് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. താടിയിൽ ഷാഡോ വരുന്ന ഭാഗത്തും യെല്ലോ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് പേന കൊണ്ട് താടി പുറത്തേക്ക് ചെറിയൊരു ലൈൻസ് ആക്കിയിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഒരു തൊപ്പ പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. വീഡിയോ ശ്രദ്ധിച്ചാൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. പിന്നെ ഇന്നത്തെ നമ്മൾ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.